ഇഗ്നിസ് കേരള, കേരളത്തിലെ ജെസ്യൂട്ട് സന്യാസ സമൂഹവുമായി ബന്ധപ്പെട്ട ഒരു സംഘം സുഹൃത്തുക്കളുടെ കൂട്ടായ്മ. അവരുടെ കൂട്ടായ്മയുടെ ഫലം അഥവാ സമൂഹത്തോടുള്ള അവരുടെ കൂട്ടുത്തരവാദിത്വത്തിന്റെ പ്രതിഫലനമാണ് അവർ ഏർപ്പെടുത്തിയ ഈ ശ്രേഷ്ഠ മാനവ പുരസ്കാരം. ഇഗ്നിസ് എന്നാൽ അഗ്നിജ്വാല എന്നാണ് അർത്ഥം. മാനവികതയുടെ, നീതിയുടെ, സാഹോദര്യത്തിൻ്റെ, കനിവിൻ്റെ അഗ്നിജ്വാല ആയിത്തീരുവാൻ, ചെറു നാളങ്ങളായി മാറുവാനുള്ള ഈ സംഘത്തിൻ്റെ ഉത്കടമായ അഭിനിവേശത്തെ പ്രതിനിധാനം ചെയ്യുന്നു ഇഗ്നിസ്. ഇഗ്നിസിൻ്റെ ആദ്യ സംരംഭം മതം, സംസ്കാരം, ആത്മീയത എന്ന ഒരു എഡിറ്റഡ് വോളിയമാണ്, സമാഹാരമാണ്. ഇഗ്നിസ് കേരളയുടെ ഒരു രണ്ടാമത്തെ സംരംഭമാണ് മാനവ ശ്രേഷ്ഠ പുരസ്കാരം. ഈ പുരസ്കാരം ജീവനോട്, ജീവിതത്തോട്, മാനവികതയോട് പ്രതിബദ്ധതയുള്ള, വഴിമാറി വ്യത്യസ്തമായിട്ട് സഞ്ചരിക്കുന്ന, സാമൂഹ്യ പ്രവർത്തന മേഖലയിൽ ജീവിക്കുന്ന, പ്രതിബദ്ധതയോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന ഒരു പുരസ്കാരമാണ്. ആ വ്യക്തിയുടെ പ്രവർത്തനങ്ങളോട് ഉള്ള ഒരു ആഘോഷമായിട്ടാണ് മാനവശ്രേഷ്ഠ പുരസ്കാരത്തെ കാണുന്നത്. മാനവശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായ, അതിൻ്റെ പ്രഥമ പുരസ്കാരത്തിന് അർഹനായത് തിരുവനന്തപുരം വിഴിഞ്ഞത്ത് ചപ്പാത്ത് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ശാന്തിഗ്രാം എന്ന സന്നദ്ധ സംഘടനയുടെ ഡയറക്ടർ ശ്രീ എൽ പങ്കജാക്ഷനാണ്. ശ്രേഷ്ഠ മാനവ പുരസ്കാരം എന്നെ തിരഞ്ഞെടുത്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. എനിക്ക് അർഹതപ്പെട്ട ഒരു അവാർഡ് എന്ന് വ്യക്തിപരമായി ഞാൻ കാണുന്നില്ല. ഇത് ശാന്തിഗ്രാമിൻ്റെ 44 വർഷമായി തുടരുന്ന സബരിയുടെ ഒരു അംഗീകാരമാണ്. അത് ഞാൻ എൻ്റെ സഹപ്രവർത്തകർക്കും എൻ്റെ ഗുരുനാഥന്മാർക്കും മറ്റെല്ലാവർക്കുമായി സമർപ്പിക്കുന്നു. കേരളത്തിൻ്റെ മാറുന്ന സാമൂഹിക സാംസ്കാരിക ചുറ്റുപാടിനെ ശക്തമായ അക്കാദമിക ഭാഷയിൽ വിശകലനം ചെയ്യുന്ന എഴുത്തുകാരൻ മറ്റാരുമല്ല, നമുക്ക് ഏവർക്കും സുപരിചിതനായ സർവോപരി ഈ പുരസ്കാര നിർണയ സമിതിയുടെ ചെയർമാൻ കൂടിയായ പ്രൊഫസർ ഡോക്ടർ ആന്റണി പാലക്കൽ. ഈ സാറിനെ ഏറ്റവും സ്നേഹത്തോടുകൂടി ഈ ചടങ്ങിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഏവർക്കും സ്വാഗതം ആശംസിക്കുന്നതിനായി ക്ഷണിക്കുന്നു. പങ്കജാക്ഷനെ ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാം. സ്വന്തം ജീവിതത്തെ പുനർനിർവചിക്കുകയും അതിലൂടെ മറ്റുള്ളവരുടെയും സഹജീവികളുടെയും സമൂഹത്തിൻ്റെയും ജീവിതത്തെ പുനർനിർവചിക്കുവാനുമുള്ള പരിശ്രമങ്ങളിൽ ദീർഘകാലമായി ഏർപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് പങ്കജാക്ഷൻ സാറിൻ്റേത്. ഈ സമ്മേളനത്തിൻ്റെ നിയന്താവായിട്ട് ലോയോള കോളേജിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഡോക്ടർ വിനുമോളായിരുന്നു. അതിൻ്റെ മുഖ്യ അതിഥിയായിട്ട് വന്നതും പുരസ്കാരം സമർപ്പിച്ചതും ശ്രീ കെ ജയകുമാർ അവറുകളാണ്. അധ്യക്ഷ പദവി അലങ്കരിച്ചത് ജസ്യൂട്ട് സമൂഹത്തിൻ്റെ കേരള പ്രോവിൻസിൻ്റെ പ്രൊവിൻഷ്യലായിരുന്ന റവറൻ ഫാദർ ജോസഫ് പുളിക്കൽ SJ ആണ്. ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചവർ പലരായിരുന്നു. അത് ശാന്തിഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തകരുണ്ടായിരുന്നു, ഇഗ്നിസ് കേരളയുടെ പ്രവർത്തകരുമുണ്ടായിരുന്നു. ശാന്തിഗ്രാമിൻ്റെ ഭാഗത്തു നിന്ന് ശ്രീ പങ്കജാക്ഷനുമായിട്ടുള്ള ദീർഘകാലത്തെ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആശംസകൾ അർപ്പിച്ചത് ശ്രീ രാജസേനൻ നായർ സാറ്. അദ്ദേഹം മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ, നെഹ്റു യുവകേന്ദ്ര. പിന്നീട് സംസാരിച്ചത് ശ്രീമതി S ശ്രീലത ടീച്ചർ, കേന്ദ്രീയ വിദ്യാലയത്തിൻ്റെ മുൻ പ്രിൻസിപ്പളായിരുന്നു. അതോടൊപ്പം ശാന്തിഗ്രാമിൻ്റെ മുൻ വൈസ് ചെയർപേഴ്സണായിട്ടും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. തുടർന്ന് സംസാരിച്ചത് ശ്രീ പ്രതാപചന്ദ്ര കേശവ, ചൈൽഡ് എംപവർമെൻറ്റ് ട്രസ്റ്റ് ചെയർമാനായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നു. ഇഗ്നിസ് കേരളയുടെ ഭാഗത്തു നിന്ന് സംസാരിച്ചത് ശ്രീ ജോർജ് ഇഗ്നേഷ്യസ്, മുൻ പ്രിൻസിപ്പൽ, ഗവൺമെൻറ് സെക്കൻഡറി സ്കൂൾ ഇടുക്കി. ഇഗ്നിസ് കേരളയുടെ ഭാഗത്തു നിന്ന് രണ്ടാമതായിട്ട് സംസാരിച്ചത് ഫാദർ ഡോക്ടർ ജോർജ് തേനാടിക്കുളം SJ, തൃശ്ശൂർ വേലൂരുള്ള അർണോസ് അക്കാദമി സെൻറ്ററിൻ്റെ ഡയറക്ടറാണ്. ഈ രണ്ടുപേരും അവാർഡ് നിർണയ കമ്മിറ്റിയുടെ മെമ്പേഴ്സായിരുന്നു. അതിൻ്റെ ചെയർമാനായിട്ട് ആണ് ഞാൻ പ്രവർത്തിച്ചത്. എഴുത്തുകാരനും കേരള ഗാന്ധി സ്മാരക നിധിയുടെ മുൻ സെക്രട്ടറിയുമായിരുന്ന ശ്രീ അജിത്ത് വെണ്ണിയൂറാണ് ശാന്തിഗ്രാമിനെയും അവാർഡ് ജേതാവിനെയും പരിചയപ്പെടുത്തി സംസാരിച്ചത്. ശ്രീ ആന്റണി പാലക്കൽ ശാന്തിഗ്രാമിനെയും പങ്കജാക്ഷനെയും ചെറിയ തോതിലൊന്ന് പരിചയപ്പെടുത്തുകയുണ്ടായി. അദ്ദേഹം അതിൽ പറഞ്ഞൊരു കാര്യം, ഒരു സാമൂഹിക പ്രവർത്തനത്തിനൊരു പുതിയ ദിശാബോധം നൽകുന്ന, വളരെ ഉൾക്കാഴ്ചയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനവും അതിന് നേതൃത്വം നൽകുന്ന ഒരു സാമൂഹിക പ്രവർത്തകനുമാണ് ശ്രീ പങ്കജാക്ഷൻ എന്നതാണ്. ഞാൻ അതിന് പൂർണ്ണമായും യോജിക്കുകയാണ്. ശ്രേഷ്ഠ മാനവ പുരസ്കാരം 2025 മാനവിക മൂല്യങ്ങൾ ഇഗ്നിസ് കേരളയുടെ കോ കൺവീനറായ ഫാദർ പ്രിൻസ് മണിപ്പാടമാണ് ഞങ്ങൾ പുരസ്കാര ജേതാവിന് സമർപ്പിച്ച ഫലകത്തിൽ എഴുതിയിരിക്കുന്ന ഞങ്ങളുടെ ബഹുമതി പത്രം വായിച്ചത്. കഴിഞ്ഞ 40 വർഷമായി സാമൂഹ്യ സന്നദ്ധ പ്രവർത്തന മേഖലയിൽ സജീവ സാന്നിധ്യമായ
അങ്ങനെ എല്ലാം തകിടം മറിഞ്ഞ് കിടക്കുന്ന ഒരു കാലത്താണ് പങ്കജാക്ഷനെ പോലൊരു നിർമ്മല മനസ്കൻ ഈ ലാളിത്യത്തിന്റെയും പാരിസ്ഥിതിക മൂല്യങ്ങളുടെയും എല്ലാം വക്താവായി നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്നത്. അദ്ദേഹത്തെ നമുക്ക് എത്ര പ്രവർത്തിച്ചാലും, എത്ര പ്രശംസിച്ചാലും, എത്ര അദ്ദേഹത്തിന് പിന്തുണ കൊടുത്താലും അത് അധികമല്ല എന്ന് ഞാൻ വിചാരിക്കും. അദ്ദേഹത്തിന് പോലെ കുറെ പേര് ഈ സമൂഹത്തിലുണ്ട് കേട്ടോ. മഹാത്മാഗാന്ധി നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമരകാലത്ത് അദ്ദേഹം ഉണർത്തിവിട്ട ഒരു വലിയ പ്രചോദനമാണ് ഈ സാമൂഹിക സേവനത്തിന്, അന്ത്യോദയത്തിന് ഒക്കെ തന്നെ ഒരു വലിയ ഒരു മാനം കൊടുത്തത്. സന്യാസ ജീവിതത്തിന്റെ ശൈലിയെ, മതത്തെ, ആത്മീയതയെ എൻ്റെ രീതിയിൽ, പരിമിതമായ രീതിയിൽ, മതത്തിൻ്റെ ഭാഷയിലും രീതിയിലും പുനർനിർവചിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ ഒരു ബോധ്യം ഇന്നും എനിക്കുന്നുണ്ട്. ഇന്ന് മതങ്ങൾ മാറണം, മതങ്ങൾ പ്രസക്തമല്ല എന്ന് പറയേണ്ട ആവശ്യമില്ല. അത് അന്നെന്ന പോലെ ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് ഇവരിൽ ഞാൻ കൊടുത്തിയ ആ തീ ഇന്നും കത്തുന്നുണ്ട്. ഇതുപോലുള്ള രോമാഞ്ചം കൊള്ളിക്കുന്ന ഒരു പരിപാടി സംഘടിപ്പിക്കാൻ, അല്ലെങ്കിൽ മതം, സംസ്കാരം, ആത്മീയത എന്ന പുസ്തകം എഴുതാൻ ഇവർക്കതിന് ഊർജവും എനർജിയും ഭാവനയും കൊടുത്തല്ലോ എന്ന് ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് അഭിമാനമുണ്ട്. സന്നദ്ധ സാമൂഹ്യ പ്രവർത്തകരെ നാം കാണുമ്പോൾ അവരുടെ കൂട്ടത്തെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന്, ജീവിക്കാൻ വേണ്ടി സന്നദ്ധ പ്രവർത്തനം നടത്തുന്നവർ. രണ്ട്, സന്നദ്ധ പ്രവർത്തനം നടത്താൻ വേണ്ടി ജീവിക്കുന്നവർ. ഞാൻ ആദ്യം പറഞ്ഞ വിഭാഗത്തിൽ പെടുന്നവരാണ് 99%. സന്നദ്ധ പ്രവർത്തനത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവർ 1%-മേ നമ്മുടെ ലോകത്ത്. ആ 1%-ൽപ്പെട്ട ഒരാളാണ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ പങ്കജാക്ഷൻ. ഇന്ന് ഇത്ര ആക്റ്റീവായിട്ട് നിൽക്കാൻ ഉള്ള ഒരു പ്രധാന കാരണം പങ്കജാക്ഷനാണ്. കാരണം എന്നെ അതിലേക്ക് കൊണ്ടുവരികയും വളരെ ശാന്തമായി ടീച്ചറെ നമുക്കത് ചെയ്യാം, ടീച്ചറെ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് സാമൂഹ്യ പ്രവർത്തനം എന്താണെന്നും ഏത് വിധത്തിൽ ചെയ്യണമെന്നും എനിക്ക് പറഞ്ഞു തന്നതും എന്നെ കൊണ്ട് ഒന്ന് ഇതായിട്ടൊന്നുമില്ല. എന്നെ എൻ്റെ ഹസ്ബൻഡിനെ ഒരു ചേട്ടനെയും ചേച്ചിയും പോലെയാണ് കാണും. ഇപ്പം രണ്ടാമതൊരു കാര്യം, വെണ്ണൂർ സാർ പറഞ്ഞതുപോലെ പെർഫെക്ഷനിസ്റ്റ്, ഭയങ്കര പെർഫെക്ഷനിസ്റ്റാണ്. ഞാൻ എവിടെ തുടങ്ങണം എന്നിങ്ങനെ ഒരു ചെറിയ സംശയത്തിലാണ്. കാര്യം 34 വർഷം ഇടങ്ങിയും പിണങ്ങിയും തർക്കിച്ചുമൊക്കെ ജീവിച്ച ഒരാളിനെ പറ്റി അദ്ദേഹത്തിന് ഒരു പുരസ്കാരം കൊടുക്കുമ്പോഴത്തേക്ക് 2 വാക്ക് ആശംസാ പ്രസംഗം നടത്തണമെന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചോളം ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം പലരും പറയുന്ന ഒരു ഗർവോപ്പസി എന്ന നിലയ്ക്കാണ് തിരിച്ച് നമ്മുടെ കുടുംബത്തിലേക്ക് വരുന്ന പോലെയാണ്. പങ്കജാക്ഷൻ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു സഭയാണ് ജെസ്യൂട്ട്. ജീവിതകാലം, എൻ്റെ അധ്യാപനകാലം മുഴുവൻ സർക്കാർ സ്കൂളിലെ അധ്യാപകനായിരുന്നു, ഗവൺമെന്റ് സ്കൂളിലെ പ്രിൻസിപ്പളായിരുന്നു. മുഴുവൻ പാവപ്പെട്ട കുട്ടികളാണ്. പ്രത്യേകിച്ച് ഇടുക്കി പോലെയുള്ള ജില്ലകളിലെ ആദിവാസി മേഖലകളിലാണ് ഞാൻ അധികവും ജോലി ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ജീവിതം, അവരുടെ എന്താണ്, അവർ സ്വത്വം എന്താണെന്ന് മനസ്സിലാക്കാനും അവരുടെ പൊട്ടൻഷ്യലുകളെ കുറിച്ച് ബോധവാന്മാരാക്കാനും അവരുടെ പരമാവധി അവരെ ഉയർത്താനും അവരുടെ സ്വപ്നങ്ങൾ കാണിക്കാനും അവരെ മുഖ്യധാരയിലേക്ക് എത്തിക്കാനുമുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ എനിക്ക് എപ്പോഴും ഊർജ്ജമായത് ഇഗ്നിസ് കേരളയുമായുള്ള പ്രവർത്തന ബന്ധമാണ്. കൂട്ടരെ കൂട്ടുകൂടി ഗ്രാമമൊരുക്കേണം, ഒരു തിരിയിൽ 1000 തിരിയാളിപ്പടരേണം. ഞങ്ങളുടെ ഇഗ്നിസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഈ പാട്ടറിയാം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ അന്തരാർത്ഥം മനസ്സിലാക്കി 38 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇങ്ങനെ ഒരാൾ ഈ കേരളത്തിൻ്റെ തെക്കേയറ്റത്ത് സജീവമായി പ്രവർത്തിച്ചു തുടങ്ങി. ആ തിരി ആയിരങ്ങളിലേക്ക് തിരികളായിട്ട് കൊളുത്തി ഇന്നും സാമൂഹ്യ പ്രവർത്തന രംഗത്ത് പുതിയ മാതൃകകളും പുതിയ സാധ്യതകളും ഉണ്ട് എന്ന് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജയകുമാർ സാറ് പറഞ്ഞതുപോലെ ഈ കലികാലം, പോസ്റ്റ് ട്രൂത്തിൻ്റെ ഈ കലികാലത്തിൽ ഇനിയും നന്മയുടെ വഴികൾ കെട്ടടങ്ങിയിട്ടില്ല. ഇനിയും നമുക്ക് സ്വപ്നം കാണാൻ സാധിക്കും. ഇനിയും നമുക്ക് പ്രവർത്തിക്കാൻ ഇടമുണ്ട്. മാറി ചിന്തിക്കാനും മാറി പ്രവർത്തിക്കാനും മാറി നടക്കാനുമുള്ള വഴികളുണ്ട്. അതായിരിക്കാം ഈ ശാന്തിഗ്രാം പ്രസ്ഥാനവും അതിന് നേതൃത്വം വഹിക്കുന്ന പങ്കജാക്ഷൻ അവர்களுമൊക്കെ ഇവിടെ മുമ്പിൽ നിൽക്കുന്നത്. അത് നമുക്കെപ്പോഴും ഒരു പ്രചോദനമായിരിക്കും. അവാർഡ് സ്വീകരിച്ചതിന് ശേഷം ശ്രീ പങ്കജാക്ഷൻ ശാന്തിഗ്രാമിനെയും ശാന്തിഗ്രാമിൻ്റെ മുഖ്യ പ്രവർത്തകരെയും പരിചയപ്പെടുത്തിക്കൊണ്ട് നന്ദി വാക്കുകൾ പറയുകയുണ്ടായി. പ്രത്യേകിച്ച് ഈ അവാർഡിൻ്റെ കാര്യം ആന്റണി മാഷ് സൂചിപ്പിച്ചപ്പോൾ എന്നെ ഞാനാക്കിയതിൻ്റെ പിന്നിൽ ജെസ്യൂട്ട് സഭയ്ക്ക്, അല്ലെങ്കിൽ ലയോള കോളേജിന്, ലയോള എക്സ്റ്റൻഷൻ സർവീസിന് വലിയൊരു പങ്കുണ്ട്. സാമൂഹിക മാറ്റത്തിന് വേണ്ടി എന്നും ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന
ഒരു ജനകീയ സന്നദ്ധ സംഘടനയാണ് ശാന്തിഗ്രാം. പ്രധാനമായും ഞങ്ങൾ നിലവിൽ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളുടെ അന്വേഷണവും അതിൻ്റെ പരീക്ഷണവുമാണ്. പ്രധാന മേഖലകൾ ഒന്ന് പരിസ്ഥിതി സംരക്ഷണം, നാടൻ പശുക്കളും അതുപോലെ തന്നെ പ്രകൃതി കൃഷി, നാട്ടറിവുകൾ, നാട്ടുവൈദ്യം, അതുപോലെ തന്നെ മരുന്നില്ലാത്ത ചികിത്സാ സമ്പ്രദായങ്ങൾ. ഇപ്പം ഞങ്ങൾ ഇതൊക്കെ സാധാരണക്കാരന് പൊറോട്ടയും ഇറച്ചിയൊക്കെ കഴിച്ച് രോഗികളായി കഴിയുന്ന ആളുകൾക്ക് ഈ പറയുന്ന ആൾട്ടർനേറ്റീവ് തെറാപ്പീസ്, പ്രത്യേകിച്ച് ഈ അന്നം ഔഷധം എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാന മുദ്രാവാക്യം. അപ്പോൾ ജലമായിരുന്നാലും വായുവായിരുന്നാലും മണ്ണായിരുന്നാലും അതുപോലുള്ള എല്ലാം തന്നെ സംരക്ഷിക്കപ്പെട്ടെങ്കിൽ മാത്രമേ ഈ സമൂഹത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് വിവിധ പരിപാടികളിലൂടെ ഞങ്ങൾ ജനങ്ങളുടെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. പുരസ്കാര സമർപ്പണത്തിന് ശേഷം സിമ്പോസിയം ആരംഭിച്ചു. സിമ്പോസിയത്തിൻ്റെ വിഷയം വർത്തമാനകാലത്തെ സാമൂഹ്യ സന്നദ്ധ സേവന പ്രവർത്തനം, കാഴ്ചപ്പാടുകൾ, സമീപനങ്ങൾ, വെല്ലുവിളികൾ എന്നതായിരുന്നു. സിമ്പോസിയം നിയന്ത്രിച്ചത് സഹായിയുടെ ഡയറക്ടർ ശ്രീ ജി പ്ലാസിഡ് അവറുകളായിരുന്നു. നമ്മുടെ ചിന്തയ്ക്ക് തുടർ പ്രവർത്തനങ്ങൾക്കും പ്രയോജനകരമാകത്തക്ക രീതിയിൽ ചില ആശയങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനേ സമയം കിട്ടും. സിമ്പോസിയത്തിൽ പങ്കെടുത്തുകൊണ്ട് വിഷയങ്ങൾ അവതരിപ്പിച്ചത് ദേശീയ വിവരാവകാശ കൂട്ടായ്മയുടെ കേരള ഘടകത്തിൻ്റെ ഡയറക്ടറായ ഡോക്ടർ എബി ജോർജ്. അദ്ദേഹം സന്തുലിതവും സുസ്ഥിരവുമായ വികസനത്തെയും പാരിസ്ഥിതിക പ്രശ്നത്തെയും കുറിച്ച് സംസാരിച്ചു. നമ്മുടെ ക്ലൈമറ്റിൽ വന്നൊരു മാറ്റം കൊണ്ട്, ഹോളോസീൻ എന്ന് പറഞ്ഞ ഒരു കാലഘട്ടത്തിലേക്ക് ഭൂമിയുടെ ക്ലൈമറ്റിൽ വന്ന മാറ്റത്തെ കൊണ്ട് നമ്മൾ കണ്ട് പിന്നീട് മനുഷ്യ സമൂഹം കണ്ടുപിടിച്ച കൃഷിയിൽ നിന്ന് 6000-7000 വർഷം മുമ്പ് കൃഷിയിൽ നിന്ന് അതിനുശേഷം ഏകദേശം 250 വർഷം 300 വർഷം മുമ്പ് വ്യാവസായിക വിപ്ലവം, കൽക്കരി കത്തിച്ച് ആവി ഉണ്ടാക്കി അതിൽ നിന്ന് എഞ്ചിൻ നടത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ പോയ കാര്യത്തെക്കുറിച്ച് അതെല്ലാം കൂടെ ക്യുമുലേറ്റ് ചെയ്ത് ഉണ്ടാക്കിയ കൊളോണിയൽ എക്സ്പാൻഷനും അതിൻ്റെ തുടർച്ചയിലുണ്ടായ അതിഭീകരമായിട്ടുള്ള ക്ലൈമറ്റ് ചേഞ്ച് എന്ന് നമ്മൾ ഓമനപ്പേരിൽ വിളിക്കുന്ന മനുഷ്യന്റെ ഇടപെടൽ കൊണ്ട് ഭൂമിയുടെ മുഴുവൻ സിസ്റ്റത്തിനെയും അപ്സെറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷന്റെ CEO ആയിട്ടുള്ള ഡോക്ടർ മദൻ മോഹൻ ഗ്രാമപഞ്ചായത്തും ഗ്രാമസ്വരാജ്, തദ്ദേശീയ സ്വയംഭരണം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു. പക്ഷെ എങ്ങനെ നമുക്ക് ഈ ഗ്രാമസ്വരാജ് പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കാൻ പറ്റും? അപാര സാധ്യതയാണ് ഒരു തർക്കം. കാരണം ഇതിന്റെ തുടക്കം മുതൽ, ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന് തുടക്കം മുതൽ, ഈ ആക്ട് ഉണ്ടാവുന്ന സമയം മുതൽ ഈ സമയം വരെയും അതിനോടൊപ്പം നിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇതിന് അപാര സാധ്യത. സഖി വിമൻസ് റിസോഴ്സ് സെന്ററിന്റെ കോർഡിനേറ്റർ ശ്രീമതി മേഴ്സി അലക്സാണ്ടർ സ്ത്രീകളുടെയും കുട്ടികളുടെയും ശാക്തീകരണം എന്ന വിഷയത്തെക്കുറിച്ചും സംസാരിച്ചു. സ്ത്രീകളുടെ പ്രശ്നം എന്ന് പറയുന്ന സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ സ്വന്തം കുടുംബത്തിൽ പോലും ഇന്ന് സ്ത്രീ സുരക്ഷിതയല്ലാതായിരിക്കുകയാണ്. സ്വന്തം കുടുംബത്തിൽ കുട്ടികൾ സുരക്ഷിതരല്ലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? തുടർന്ന് ലഘുവായ രീതിയിലുള്ള ചർച്ചയുണ്ടായിരുന്നു. ഒട്ടനവധി സന്നദ്ധ പ്രവർത്തകര് രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുന്നു. തീർച്ചയായിട്ടും നമ്മൾ ചിരിച്ചു തള്ളാനല്ല. അപ്പോ സന്നദ്ധ പ്രവർത്തനത്തിന്റെ ഒരു പ്രത്യേകത അതിന് കമ്മിറ്റ്മെന്റും സാക്രിഫൈസും ഉണ്ടെന്നുള്ളതാണ്. അതിനുശേഷം ഇഗ്നിസ് കേരളയുടെ കൺവീനർ അഡ്വക്കേറ്റ് പോളി മനക്കിൽ നന്ദി ആശംസിച്ച് സമ്മേളനം സമാപിച്ചു. അധ്യക്ഷ സ്ഥാനം വഹിച്ചത് ഞങ്ങൾക്ക് ഏറെ പ്രിയങ്കരനായ പുലിക്കലച്ചനാണ്.